വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം ബുധനാഴ്ച ചേർന്ന മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. ഇതിന്റെ തുടർ നടപടികൾക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ, സെക്രട്ടറി എന്നിവരെ യോഗം നിയോഗിച്ചു. ഓഗസ്റ്റോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മൂന്നാറിൽ വരുന്ന വിനോദസഞ്ചാരമായി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങളിൽ പ്രവേശന ഫീസ് ഈടാക്കുക, മാലിന്യം സംസ്കരിക്കുന്നതിന് ആ തുക ഉപയോഗിക്കുന്നതിന് തനത് ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുക. അത് നിയമം വശങ്ങൾ പരിശോധിച്ച് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കളക്ടറോട് ഇന്നലെ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ചു. ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹരിത ചെക്ക് പോസ്റ്റ് മൂന്നാറിലേക്ക് 3 കവാടങ്ങളിലൂടെയാണ് വണ്ടി വരുന്നത്. മറയൂർ പഞ്ചായത്ത് കഴിഞ്ഞ് ചട്ടമൂന്നാറിലേക്ക് വരുമ്പോഴൊന്ന്, ദേവളം പഞ്ചായത്തിൽ സിഗ്നൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സ്ഥലമൊന്ന്, അതുപോലെ തന്നെ പള്ളിവാസൽ പഞ്ചായത്ത് കഴിഞ്ഞ് എഡ്വർസിൻ്റെ വീടുണ്ട്. ഈ 3 റോഡുകളിലും നമുക്ക് ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് പ്രവേശന ഫീസ് ഈടാക്കാനാണ് തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, സാമുദായിക സംഘടനാ നേതാക്കന്മാർ, കളക്ടർ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം വാഹനങ്ങൾക്ക് ചുമത്തേണ്ട നിരക്ക് തീരുമാനിക്കും. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്നും പ്രവേശന ഫീസ് പിരിക്കാനാണ് നീക്കം. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നുണ്ടെന്നും ഇവ ശേഖരിക്കുന്നവരുടെ വേതനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ചിലവ് എന്നിവ കണ്ടെത്തുന്നതിനായാണ് ഫീസ് ഈടാക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പഴയ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം പെരിയവര, കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുക. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതെ ശേഖരിച്ചു വെക്കുന്നതിന് സഞ്ചികളും നൽകും. തരംതിരിച്ച മാലിന്യം മടക്കയാത്രയിൽ ചെക്ക് പോസ്റ്റിൽ കൈമാറാം. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. ദിവസവും ശരാശരി 1500 മുതൽ 2500 വരെ വാഹനങ്ങൾ മൂന്നാറിലെത്തുന്നുണ്ടെന്നാണ് കണക്ക്. സീസണിൽ ഇത് 5000 വരെയാകും. കോവിൽക്കടവിന് സമീപം ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് കാന്തല്ലൂർ പഞ്ചായത്ത് ഇപ്പോൾ തന്നെ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് 30 രൂപ, വലിയ വാഹനങ്ങൾക്ക് 100 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. ന്യൂസ് ബ്യൂറോ, അടിമാലി.